ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ പെയ്ത ശക്തമായ മഴയിൽ ഷൊർണൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളിൽ വെള്ളം കയറിയതുമൂലം ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സ്ഥാപന ഉടമകൾ. കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞതിനും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എത്തി സമ്മർദ്ദം ചെലുത്തിയതായും കമ്പനി ഉടമകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഷൊർണൂർ ഭാഗത്ത് പെയ്ത ശക്തമായ മഴയിൽ ഷൊർണൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളിൽ വെള്ളം കയറിയതിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമകൾ പറഞ്ഞു. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയതിൽ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഇൻഡസ്ട്രിയൽ കമ്പനിയിലെ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇടിഞ്ഞു വീണിരുന്നു. സംഭവത്തിൽ സ്ഥാപനോടമയായ പെരുമ്പാവൂർ സ്വദേശി പ്രഹ്ലാദൻ മതിലിന്റെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെത്തി സമ്മർദ്ദം ചെലുത്തിയതായി സ്ഥാപനോടമ പറഞ്ഞു. വിഷയത്തിൽ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി ഇടപെട്ട് നഗരസഭയ്ക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയതായി സംഘടന മുൻ പ്രസിഡന്റ് TV മമ്മു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് M പ്രഹ്ലാദൻ, സെക്രട്ടറി PG രമേശ്, ട്രഷറർ PK ജയകൃഷ്ണൻ, P സുരേഷ്, E ചന്ദ്രൻ, K ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പ്രദേശവാസിയായിട്ടുള്ള ആളുകളുണ്ടാകും. എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരും പേരറിയാൻ പാടില്ലെങ്കിലും നമ്പറുടെ പേരറിയാം. ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹം. ലക്ഷ്മണനാണ് അദ്ദേഹം. എനിക്ക് അറിയാവുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും എന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതെല്ലാം അവർ പോയതിനു ശേഷം ചെയർമാനും വന്ന് സന്ദർശിച്ച് പോവുകയുണ്ടായി. പക്ഷെ ചെയർമാൻ വരുന്നതിന് മുമ്പ് വന്ന ആളുകളിൽ പെട്ട ആളുകളാണ് ഈ മെമ്പറും അയൽവാസിയും മറ്റ് രാഷ്ട്രീയപ്പെട്ട ആളുകളൊക്കെ വന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തുക ചെയ്തു. ഇത് അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല. ഈ മതില് എപ്പോൾ ശരിയാക്കി തരും എന്നുള്ളതാണ്. അവസാനം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ തല പൊട്ടിപ്പോണ അവസ്ഥയിൽ ഞാൻ നിൽക്കുമായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാം, ഞാനത് എന്താ വെച്ച് ചെയ്യാം, നിങ്ങൾ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എന്നെ നിർബന്ധിതനാക്കി എന്നുള്ളതാണ് സത്യം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാനായിട്ട് KSSAയുടെ സംഘടന, ഞങ്ങളുടെ അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് അസോസിയേഷനാണ്. അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ മമ്മൂക്ക പറഞ്ഞ പോലെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലേക്കും റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.